ഇന്നൊരു പഴംപൊരിയും ബീഫിൻ്റെയും റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരിക്കലും ചേർച്ചില്ലാത്ത രണ്ട് വിഭവങ്ങളാണ് പഴംപൊരിയും ബീഫും. പക്ഷേ അത് തമ്മിൽ ചേരുമ്പോഴും നല്ലൊരു കോംബോയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിനായിട്ട് 300 ഗ്രാം ബീഫാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും. അപ്പോൾ നമ്മൾക്കിത് മൂന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഏതാണ്ട് 7 വിസിലോളം വേണം ഈ ബീഫ് വെന്ത് വരാൻ. ഇത്തിരി കട്ടി കൂടിയ ബീഫാണ്. ബീഫ് നന്നായിട്ട് കുരുമുളകും ഉപ്പും നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിനി ഇത് കുക്കറിലിട്ട് വേവിച്ചെടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ 2 സവാള എടുക്കുന്നുണ്ട്. ഒരു മീഡിയം സൈസ് വലിപ്പത്തിലുള്ള 2 സവാള നമ്മൾ കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കാനായിട്ടാണ് പോകുന്നത്. ഇനി 2 പച്ചമുളകാണ് എടുക്കുന്നത്. അത് നീളത്തിൽ അരിഞ്ഞെടുക്കാം. ഇനി ഒരു ചെറിയ തക്കാളി, അതും നമുക്ക് അരിഞ്ഞെടുക്കാവുന്നതാണ്. ഇനി ഒരു വലിയ കഷ്ണം ഇഞ്ചിയാണ്. അത് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഒരു കൂടം വെളുത്തുള്ളിയാണ് ആവശ്യം. ഒരു 15 ചുവന്നുള്ളിയും കൂടെ എടുക്കുന്നുണ്ട്. അതും നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കാം. എന്നിട്ട് നമ്മൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വെളിച്ചെണ്ണയിലിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. വെളിച്ചെണ്ണയിൽ കിടന്ന് ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും സവോളയും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള പെട്ടെന്ന് വാടിക്കിട്ടാനാണ് അത് ചെയ്യുന്നത്. ബീഫിന് നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. സവാളയും തക്കാളിയും വാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ഇനി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ മസാലക്കൂട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. മസാല നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. ആ മസാലക്കൂട്ടുമായിട്ട് നന്നായിട്ട് ബീഫ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി കുറച്ച് നേരം ഇത് മൂടി വെച്ചൊന്ന് വേവിക്കണം. നന്നായിട്ട് പാകമാകുന്നിടം വരെ നമുക്കിത് മൂടി വെച്ചൊന്ന് വേവിക്കാം. അങ്ങനെ നമ്മുടെ രുചികരമായ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത റെസിപ്പിയിലേക്ക് പോവുകയാണ്. ഇനി നമുക്ക് ഏത്തയ്ക്കാപ്പം അല്ലെങ്കിൽ പഴംപൊരി ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഇവിടെ 7 or 8 പഴമാണ് എടുത്തിരിക്കുന്നത്. അത് നീളത്തിൽ കീറി എടുത്തിട്ടുണ്ട്. ഇനി ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കാനുള്ള ബാറ്ററിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദാമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു പിഞ്ച് ജീരകം കൂടി ഇട്ട് കൊടുക്കാം. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. എള്ളുണ്ടെങ്കിൽ എള്ളും ഇട്ട് കൊടുക്കാം.
ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ എള്ളില്ല, അപ്പോൾ ജീരകം മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് നമ്മളിതിൻ്റെ ബാറ്റർ ഒന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോവുകയാണ്. ഏതാണ്ട് 1.5 കപ്പോളം വെള്ളം വേണ്ടി വന്നു ഞങ്ങൾക്ക് ആ ബാറ്റർ ഒന്ന് തയ്യാറാക്കിയെടുക്കാൻ. ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഡീപ്പ് ഫ്രൈ ആണ് ആവശ്യം, അതുകൊണ്ട് അതിനനുസരിച്ചുള്ള വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഇനി ഈ മാവിലേക്ക് ഏത്തയ്ക്ക ഓരോന്നായിട്ട് മുക്കിയെടുക്കാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിനി പൊരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ രുചികരമായ ഏത്തയ്ക്കാപ്പവും ബീഫും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്തപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോംബോ ആണെന്ന് മനസ്സിലായി. നിങ്ങളും ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇനിയും ഇത് വീട്ടിൽ ട്രൈ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. എല്ലാവരും വീഡിയോ കാണാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.